ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ആന്റണി രാജു തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിന് തിരിച്ചടി എന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. തനിക്ക് തിരുവനന്തപുരം കോടതിയിൽ നിന്ന വിധി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട്, ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിലാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ ശിക്ഷിച്ച് ശിക്ഷാ നടപടി തുടരും. അതായത് ആന്റണി രാജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2.5 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെങ്കിൽ, ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മത്സരിക്കാൻ സാധിക്കില്ല. അതായത് ആന്റണി രാജു ഇത്തവണ മത്സരത്തിനില്ല. ഏറ്റവും ഒടുക്കം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. ഹൈക്കോടതിയിൽ ആന്റണി രാജുവിന് തിരിച്ചടി. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതി നൽകിയ ഉത്തരവിനെതിരെ നേരത്തെ സെഷൻസ് കോടതിയിൽ അപ്പീലുമായി പോയിരുന്നു. സെഷൻസ് കോടതിയിലും തിരിച്ചടി കിട്ടിയതോടെയാണ് അവസാന അഭയം എന്ന നിലയിൽ സുപ്രീം കോടതിക്ക് പോകും മുമ്പ് ഹൈക്കോടതിയിലേക്ക് ആന്റണി രാജു എത്തിയത്. എന്നാൽ ആന്റണി രാജുവിന് ഹൈക്കോടതിയിലും തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ റദ്ദ് ചെയ്യുന്നില്ല, ശിക്ഷ ഇളവ് ചെയ്യുന്നില്ല. ആന്റണി രാജുവിന് ഇത്തവണ മത്സരിക്കാനാകില്ല. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചെന്ന്. വിഷ്ണു, തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ മത്സരിക്കാനാകുന്ന പ്രതീക്ഷ കൂടിയിലാണ് ഇത്തരത്തിൽ അപ്പീലുമായി മുന്നോട്ട് പോയത്. കനത്ത തിരിച്ചടി എന്താണ് കോടതി നിരീക്ഷിക്കുന്നത്? സുഹേല, ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. നെടുമങ്ങാട് കോടതി അദ്ദേഹത്തെ 3 വർഷത്തേക്കാണ് തൊണ്ടിമുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിച്ചത്. അതിനു പിന്നാലെ ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സെഷൻസ് കോടതിയിലേക്ക് എത്തി. സെഷൻസ് കോടതി ആവശ്യം തള്ളി. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ശിക്ഷ നടപ്പാക്കുന്നത് തടയണം എന്നായിരുന്നു ആവശ്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ട്. ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും. ജനപ്രാതിനിധ്യ നിയമപ്രകാരം അത് തടസ്സപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഈ ആന്റണി രാജുവിന്റെ ഹർജിയെ ശക്തമായ ഭാഷയിൽ എതിർത്തിരുന്നു. ആന്റണി രാജുവിനെതിരെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിൽ നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത്. ഹർജി അംഗീകരിക്കരുതെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മത്സരിക്കണമെന്നത് കേവലം വ്യക്തിപരമായ ആവശ്യമാണ്. ശിക്ഷ സാധാരണഗതിയിൽ മരവിപ്പിക്കുന്നത് അസാധാരണമായ സാഹചര്യത്തിലാണെന്ന് ഹൈക്കോടതിയിൽ ആന്റണി രാജുവിന്റെ സത്യവാങ്മൂലത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അപ്പോഴും കോടതിയുടെ ചില പരാമർശങ്ങൾ ആന്റണി രാജുവിന് അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ആന്റണി രാജുവാണ് ഇത് ചെയ്തത് എന്നുള്ളതിന് എന്ത് തെളിവെന്ന് കോടതി ചോദിച്ചിരുന്നു. അഭിഭാഷകൻ തന്റെ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്തതല്ലേ എന്നുള്ളതായിരുന്നു കോടതിയുടെ രണ്ടാമത്തെ ചോദ്യം. എന്തുകൊണ്ട് സീനിയറെ പ്രതിയാക്കിയില്ല എന്ന് കോടതി ചോദിച്ചു. തെളിവുകൾ നശിപ്പിച്ചതിന് എന്താണ് തെളിവ് എന്ന് കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം. ആ സത്യവാങ്മൂലം ഒരുപക്ഷെ ഹൈക്കോടതി പരിഗണിച്ച് അത് വിശ്വാസത്തിലെടുത്താണ് ഇപ്പോൾ ആന്റണി രാജുവിന്റെ ആവശ്യം ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. ആ പെറ്റീഷൻ തള്ളിയിരിക്കുന്നത്. 2026 ജനുവരിയിലാണ് നെടുമങ്ങാട് കോടതി ആന്റണി രാജുവിനെ ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് റദ്ദ് ചെയ്യണം. ഇപ്പൊ തിരുവനന്തപുരം സെൻട്രലാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നത്. ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. കോടതി വിധി അനുസരിച്ച് അതിൽ തീരുമാനമെടുക്കുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത്. പക്ഷേ നിലവിൽ ആന്റണി രാജുവിന് എതിരാണ് ഹൈക്കോടതി വിധി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. നേരത്തെ നെടുമങ്ങാട് കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചത് ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അതോടൊപ്പം തന്നെ വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ആന്റണി രാജുവിനെതിരെ നിലനിൽക്കും എന്ന പശ്ചാത്തലത്തിലാണ്. ഈ കേസിന്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ്. 1990-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 1994-ലാണ്. പിന്നീട് ഇപ്പുറത്തേക്ക് 19 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് തിരുവനന്തപുരം നെടുമങ്ങാട് കോടതി 2026 ജനുവരിയിൽ ആന്റണി രാജുവിനെ, രണ്ടാം പ്രതിയായുള്ള ആന്റണി രാജുവിനെ ഈ കേസിൽ ശിക്ഷിച്ചത്. അത് തനിക്കെതിരെ തെളിവുകളില്ല, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്, കൃത്യമായി തന്റെ ഭാഗം കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് ആന്റണി രാജു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. പക്ഷേ ആ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുന്നില്ല, അത് തള്ളുകയാണ്. ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി. പാർലമെന്റ് മോഹം അല്ലെങ്കിൽ ഇനി പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് തന്നെ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആന്റണി രാജു ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുഹൈൽ, വിഷ്ണു, സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷേ ആത്യന്തികമായി ആന്റണി രാജു ആഗ്രഹിച്ചതുപോലെ ഇലക്ഷനിൽ മത്സരിക്കാൻ അത് തടസ്സമാകും. കാരണം 3 വർഷത്തെ ശിക്ഷയാണ്. 2 വർഷത്തിന് മേൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം മത്സരിക്കാൻ പറ്റില്ല, MLA സ്ഥാനം തുടരാനാകില്ല, ജനപ്രതിനിധിയെ തുടരാനാകില്ല. അതുകൊണ്ട് തന്നെ കനത്ത പ്രഹരമായി തന്നെ ഈ വിധിയെ കണക്കാക്കാം. അതിനപ്പുറത്തേക്ക് അങ്ങേയറ്റം സുദീർഘമായ വ്യവഹാരങ്ങൾ കഴിഞ്ഞൊരു കേസാണ് വിഷ്ണു. 1994 ഇത്തരത്തിൽ തൊണ്ടിമുതൽ കൃത്രിമം കാണിക്കുന്നു എന്ന ആരോപണം വരുന്നു, കേസെടുക്കുന്നു. 2006 അത് കുറ്റപത്രം സമർപ്പിക്കുന്നു. 2014 തൊട്ടിട്ട് പലതവണ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ പ്രതികൾക്ക് നോട്ടീസ് അയച്ചിട്ടും അവരവിടെ എത്തുന്നില്ല. ഏറ്റവും ഒടുക്കം ഹൈക്കോടതി ഇടപെടുന്നു, സുപ്രീം കോടതി ഇടപെടുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കേസിലൊരു വിധി പറയാനെങ്കിലും കോടതിക്കായത്. ആ വിധിയിന്മേൽ വീണ്ടും അപ്പീലുമായി വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇനി എന്തായിരിക്കും ആന്റണി രാജുവിന് മുമ്പിലുള്ളത്? സുപ്രീം കോടതിയിൽ പോകൽ മാത്രമല്ലേ?
അത് മാത്രമാണ് മുൻപിലുള്ള ഏക വഴി. അതിന് അദ്ദേഹം മുതിരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം ഹൈക്കോടതിയിൽ നിന്നാണ്, ജില്ലാ കോടതിയിൽ നിന്നോ സെഷൻസ് കോടതിയിൽ നിന്നോ അല്ല ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന, ഹൈക്കോടതിയിൽ നിന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് അദ്ദേഹം മുതിരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ തീരുമാനമെടുക്കേണ്ടത് ആന്റണി രാജുവാണ്. ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരണമെങ്കിൽ അതിന്റെ വിധിപ്പകർപ്പ് പുറത്തു വരണം. ഇതിൽ ഏറ്റവും നിർണായകമായത് സംസ്ഥാന സർക്കാർ ആന്റണി രാജുവിന്റെ ഹർജിയെ എതിർത്ത് നൽകിയ എതിർ സത്യവാങ്മൂലം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞു, ആന്റണി രാജു നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് തനിക്കെതിരെയുള്ള ഈ കേസ് അത് നിലനിൽക്കുന്നതല്ല, അതിൽ ശിക്ഷ മരവിപ്പിക്കണം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഈ ശിക്ഷ മരവിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഫിഡവിറ്റിൽ പ്രധാന പ്രയറായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ അഫിഡവിറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വാദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് തെളിവുണ്ട്. ആന്റണി രാജുവിനെതിരെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് കോടതി ഇത്തരത്തിലൊരു ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. അത് സാങ്കേതികമായി ശാസ്ത്രീയമായുള്ള തെളിവുകളൊക്കെ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മത്സരിക്കണം എന്നുള്ളത് കേവലം വ്യക്തിപരമായ ഒരാവശ്യമാണ്. ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് കേവലം വ്യക്തിപരമായ ഒരു ആവശ്യമാണ്. അത് അസാധാരണമായ സാഹചര്യമായി പരിഗണിക്കാനാവില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ ശിക്ഷ മരവിപ്പിക്കണമെങ്കിൽ അതിനൊരു അസാധാരണമായ സാഹചര്യം വേണം. ഇവിടെ അത്തരത്തിലൊരു അസാധാരണമായ സാഹചര്യമില്ല. ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യമാണ്. അതുകൊണ്ട് ആ പ്രയർ അംഗീകരിക്കരുത് എന്ന് കൃത്യമായി തന്നെ സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതി ധരിപ്പിച്ചിരുന്നു. കോടതി അതിൽ ബോധ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആന്റണി രാജുവിന് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ചാണ് ആന്റണി രാജുവിന്റെ അപ്പീൽ ഹർജി പരിഗണിച്ചത്. ഏകദേശം 3ഓളം ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ, വിശദമായ വാദം നടന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.